മതി. മക്കൾ വേണം. എങ്ങനത്തെ മക്കൾ വേണം? റസൂലുള്ള പറഞ്ഞു 3 സ്വാലിഹായ മക്കൾ. സ്വാലിഹായ മക്കളെ കിട്ടിയിട്ട് കാര്യമില്ല, സ്വാലിഹീങ്ങളായ മക്കളെ കിട്ടിയിട്ട് കാര്യമില്ല. ഉദാഹരണം പറഞ്ഞ സാലിഹീങ്ങളായ മക്കളുണ്ട്, 5 നേരം നിസ്കരിക്കും, നോമ്പ് പിടിക്കും, സദക്ക കൊടുക്കും, ഖുർആൻ ഓതും, വഅദ് കേൾക്കും, വഅദ് പറയും, എല്ലാം ചെയ്യും. അങ്ങനെ ചില ആൾക്കാരുണ്ട്, വാപ്പാനെ കൊണ്ടുപോയി പള്ളിക്കാട്ടി കുഴിച്ചിട്ടാ പിന്നെ പരിസരത്തോട്ട് പോകത്തില്ല. അങ്ങനത്തെ മക്കളെ കിട്ടിയിട്ട് എന്ത് കാര്യം? അങ്ങനത്തെ മക്കളെ കിട്ടിയിട്ട് എന്ത് പ്രയോജനം? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സാലിഹായ ദുആ ചെയ്യുന്ന മക്കൾ നിനക്ക് ഗുണം ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വെറുതെ കിട്ടിയാ പോരാ, വെറുതെ കിട്ടിയാ പോരാ, നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹായ മക്കളെ കിട്ടണം. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ, അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അപ്പൊ അങ്ങനെയുള്ള മക്കളാകണം, അങ്ങനെയുള്ള മക്കളെ കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവഹിക്കുക. വാപ്പ നിനക്കാകണ്ടേ ആ കൂട്ടത്തിലെങ്കിലും ഒന്ന് പൊക്കിക്കോ. ഇല്ലേ വാപ്പ ഇപ്പൊ കബറി കടന്നിട്ട് ചോദിക്ക, എന്തിനാ അല്ലാഹ് ഇങ്ങനെ ഒരുത്തനെ തന്നേന്ന്. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ നല്ല മക്കളിൽ അല്ലാഹു പെടുത്തുമാറാകട്ടെ. ഇന്ന് വയലല്ല, ഒരു ക്ലാസ്സാ. ഇന്നലെ ഷമീർ ഉസ്താദ് വയല് പറഞ്ഞു, ഇനി അങ്ങോട്ടുള്ളതെല്ലാം പ്രഭാഷകന്മാരാ, ഞാനൊരു ക്ലാസ് എടുക്കാം, നിങ്ങൾ ക്ലാസ് മതി, ഒരു ചെറിയ ക്ലാസ് ആയിട്ട് മാത്രം കരുതിയാൽ മതി. ഇൻഷാ അല്ലാഹ് അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഒന്ന് ചിരിച്ച്, ചിരിയും സദക്കയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതിന് പൈസ ഒന്നുമില്ല, ഒന്ന് സന്തോഷത്തോടെ ഇരിക്കും മനുഷ്യന്മാരെ. അല്ലാഹു നമുക്ക് മരിച്ചു കിടക്കുമ്പോൾ ഈ ചിരി അല്ലാഹു നമ്മുടെ മുഖത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ ഒന്ന് നല്ല മക്കൾ. എന്താ ഇപ്പൊ എല്ലാരും പുറത്ത് നിൽക്കുക, നിന്ന് കേട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. കസേര ഇല്ലെങ്കിലും ബൈബിള് നിന്നായാലും കേട്ടാൽ മതി, പ്രശ്നമൊന്നുമില്ല. അള്ളാഹു പരലോകത്ത്, ഇങ്ങോട്ട് നോക്കും മനുഷ്യന്മാർ, അള്ളാഹു പരലോകത്ത് നിന്ന് ബുദ്ധിമുട്ടുന്നവരെ തൊട്ട് അള്ളാഹു കാക്കുമാറാകട്ടെ. ഉസ്താദിന്റെ പ്രസംഗത്തിൽ എനിക്ക് മനസ്സിലായി വലിയ സ്നേഹമാണ് ആർക്കൊക്കെയോ. ഉസ്താദിന്റെ പ്രസംഗത്തിൽ നല്ല കാര്യം ചെയ്യുമ്പോ എപ്പോഴും ഉണ്ടാവും ചങ്ങാതി എതിര്. റസൂലുള്ളാഹില്ലായിരുന്നു പിന്നെ പന്ത്. അറഫയുടെ മക്കളോട് പറയാൻ അള്ളാന്റെ റസൂലിന് ഉണ്ടായിരുന്നു ചങ്ങാതി ശത്രുക്കള്. പിന്നെ ഇപ്പൊ നിങ്ങൾ മലക്കളൊന്നും അല്ലല്ലോ, മെച്ചന്മാരല്ലേ. അതൊക്കെ ഇങ്ങനെ ഇതിങ്ങനെ എന്താ പറയാ, എല്ലാരും ഒരു മനുഷ്യനെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ ഓൻ കള്ളനാണ്. എല്ലാരും ഒരു മനുഷ്യനെ കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞാൽ ഓൻ കള്ളനാ. ഒരു മനുഷ്യനെ കുറിച്ച് നല്ലതും മോശവും പറയുമ്പോഴേ അവൻ മനുഷ്യനാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആർക്കും മറുപടി പറയാനെന്ന് നിൽക്കരുത്. ഒരാൾക്ക് അള്ളാഹു തന്നിരിക്കുന്ന സമയം എത്ര വിലപ്പെട്ടതാ, അത് വല്ലവനും മറുപടി പറയാനുള്ളതാ ഇല്ല. എപ്പോഴൊരു കഥ പറയാനുണ്ട്. ഒരിക്കൽ സിംഹവും കഴുതയും തമ്മിൽ വലിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. എന്താ വിഷയം? സിംഹവും കഴുതയും തമ്മിൽ പൂക്കിറ്റി അടി, രണ്ടും കൂടെ കിടന്ന് ഭയങ്കര അടി. എന്താ വിഷയം എന്നറിയോ? കഴുത പറഞ്ഞു പുല്ലിന്റെ നിറം ചുമപ്പാണെന്ന്, സിംഹം പറഞ്ഞു പച്ചയാണെന്ന്. ഏത് പൊട്ടനും അറിയാം പച്ചയാണ്. ഇവർ രണ്ടുപേരും ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് അവസാനം അടിയായി. അവസാന അടികൂടി രാജാവിന്റെ മുന്നിൽ പരാതി എത്തി. പരാതി എത്താൻ കടുവ ചോദിച്ചു, സിംഹത്തോട് ചോദിച്ചു, എന്ത് വിഷയം എന്തേ? ഇവിടെ നിന്ന് പറഞ്ഞു, ഈ കഴുത പറയുന്നു പുല്ലിന്റെ നിറം ചുമപ്പാണ്, പച്ചയല്ലേ രാജാവേ. ഇത് പറഞ്ഞാണ് ഞാനിവനെ തല്ലിയത്. അവസാനം വിധി വന്നു. എന്താ പറഞ്ഞത്? രാജാവ് വിധിച്ചു സിംഹത്തിന് 10 അടി കൊടുക്കാൻ. അപ്പൊ സിംഹം തിരിച്ചു വെച്ച്, എന്തേ പുല്ലിന്റെ നിറം പച്ചയല്ലേ, പിന്നെ എന്തിനാ എന്നെ തല്ലണേന്ന്. അപ്പൊ രാജാവ് തിരിച്ചു പറഞ്ഞൊരു മറുപടിയാണ് അറഫയുടെ മക്കളോട് പറയാനുള്ളത്. അവിടെ നിന്ന് ചോദിച്ചു, ലോകത്തുള്ള എല്ലാവർക്കും അറിയാം പുല്ലിന്റെ നിറം പച്ചയാണെന്ന്. ഈ വിവരമില്ലാത്ത കഴുത ചുമപ്പാന്ന് പറഞ്ഞപ്പോ നിന്റെ വിലപ്പെട്ട സമയം ഇവനോട് തല്ലി തീർക്കാൻ കളഞ്ഞില്ല, അതുകൊണ്ടാണ് നിനക്ക് തല്ലി. ഇവനോട് സംസാരിച്ച് നിന്റെ സമയം കളഞ്ഞില്ലേ? മക്കളെ, അള്ളാഹു തന്ന ആയുസ് അത് നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാ. പറയേണ്ടവൻ പറയും, കുരയ്ക്കേണ്ടവൻ കുരയ്ക്ക്, അതൊക്കെ അവരുടെ വഴി. ലക്കും ദീനക്കും വലിയ ദീൻ. അള്ളാഹു കാക്കുമാറാകട്ടെ. നീ നിന്റെ കാര്യം നോക്ക്. നീ എങ്ങനെ സ്വർഗത്തിൽ പോകുന്ന ചിന്തിക്ക്. ഇപ്പൊ ഞാൻ എങ്ങനെ സ്വർഗത്തിൽ പോകും? അല്ല, എന്റെ അമല് കൊണ്ട് എനിക്ക് പോകാൻ പറ്റൂല എന്ന് ടെൻഷൻ അടിച്ച് നടക്കുമ്പോ ഒരാൾ വന്നിട്ട് പറയുന്നു, എടാ എന്റെതെല്ലാം നിനക്ക് തരാം, നീ പൊക്കോന്ന് പറയുമ്പോ വേണ്ടാന്ന് പറയണ എന്തിനാ മക്കളെ? പേടിച്ചിട്ട് പോണ്ടേ? ഒരാൾ പറയാ എന്റെ നിസ്കാരവും നോമ്പും സക്കാത്തും സദക്കും എല്ലാം ഞാൻ തരാം, നീ സ്വർഗത്തിൽ പോന്ന് പറയുമ്പോ 2 കൈ നീട്ടി സ്വീകരിക്കാതെ ഓനെ പറഞ്ഞ് തിരിച്ച് അവൻ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എപ്പോഴും എന്റെ ശത്രുക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്, അവന് ആഫിയത്ത് കൊടുക്കാൻ. കാരണം ഓൻ പറഞ്ഞാലേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് ആർക്കും എതിരെ സംസാരിക്കാൻ ഒന്നുമില്ല. എല്ലാവരും അങ്ങനെ പറയാനിരിക്കും, നിങ്ങൾക്ക് അവകാശവുമില്ല. അള്ളാഹു നല്ലത് ചിന്തിക്കാനും നന്മയുടെ ഭാഗത്തൊരുമിക്കാനും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദ് പറഞ്ഞതുകൊണ്ട് പറഞ്ഞ ഉസ്താദിന്റെ വാക്കില് കേട്ടപ്പം എന്തിനാ
അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നല്ല മക്കളെ കിട്ടണോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ പടച്ചവനെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ കിട്ടണമെന്ന് ഏതെങ്കിലും ഒരു മാതാപിതാക്കൾക്ക് ആഗ്രഹമുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു മനുഷ്യന് കൃഷി ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, എന്റെ പ്രിയമുള്ളവരെ ആരെങ്കിലും കൃഷി ഇറക്കണമെന്ന് ഉദ്ദേശിച്ചാൽ നല്ല കൃഷിയിടത്തിൽ മാത്രമേ അവന് കൃഷി ഇറക്കാറുള്ളൂ. ഇവിടെ കൃഷി ചെയ്താൽ വിളവ് കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥലത്തെ കൃഷി ചെയ്യാറുള്ളൂ. അല്ലാതെ വിളവ് കിട്ടില്ല എന്ന് ഉറപ്പുള്ള സ്ഥലത്ത് കൃഷി ചെയ്താൽ നല്ല വിളവ് കിട്ടൂല. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, പെണ്ണെന്ന് പറഞ്ഞാൽ കൃഷിയിടമാണ്, പെണ്ണെന്ന് പറഞ്ഞാൽ കൃഷിയിടമാണ്. അതുകൊണ്ട് നല്ല കൃഷിയിടത്തിന് നീ കൃഷി ഇറക്കിയ നിനക്ക് നല്ല വിളവ് കിട്ടുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പച്ച മലയാളത്തിൽ പറഞ്ഞ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിനക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന നല്ല മക്കളെ കിട്ടണോ? മോനെ, നല്ല പെണ്ണിനെ കെട്ടിയാലേ നിനക്ക് നല്ല മക്കള് ജനിക്കൂ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നല്ല ഉമ്മയുടെ വയറ്റിലെ നല്ല മക്കള് പിറക്കൂ, നല്ല ഉമ്മയുടെ വയറ്റിലെ നല്ല മക്കള് പിറക്കൂ, നല്ല ഉപ്പയ്ക്ക് നല്ല മക്കള് ജനിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നല്ല ഉപ്പയ്ക്കും നല്ല ഉമ്മയ്ക്കുമേ നല്ല മക്കള് ജനിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ ഇവിടെ കടയിട്ടാൽ ആ കട വിജയിക്കുമെന്ന് ഒരു 75% ഉറപ്പുള്ള സ്ഥലത്തെ കടയിടാൻ തയ്യാറാകൂ. ഇവിടെ നഷ്ടത്തിലാണെന്ന് അറിഞ്ഞിട്ടും ഒരു മനുഷ്യനും കച്ചവടത്തിന് തയ്യാറാകില്ല. അതുകൊണ്ട് നിനക്ക് നല്ല പെണ്ണ് കെട്ടിയാല് നിനക്ക് നല്ല മക്കള് ജനിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ പേടിയുള്ള പെണ്ണിനെ കെട്ടണം, അല്ലാഹുവിനെ പേടിയുള്ള ദീനുള്ള പെണ്ണിന്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഫളഫറു ബിദാതി ദീൻ. നീ ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ, നീ ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. ദീനുള്ള പെണ്ണിന്റെ വയറ്റില് നല്ല മക്കള് പിറക്കൂ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ. പടച്ചവനെ, ചെറുപ്പക്കാരനാണ്, യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന കാണാനഴകുള്ള സുന്ദരനായ ചെറുപ്പക്കാരൻ. പടച്ചവനെ, വിശപ്പ് സഹിക്കാൻ കഴിയാതെ പടച്ചവനെ മണ്ടമുറുക്കി ഉടച്ച് നടക്കുകയാണ്. അവസാനം വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീട് വിട്ടിറങ്ങിയിട്ട് അവസാനം ഒടുക്കുള്ള ഒരു പുഴയുടെ ചാരത്ത് വിശന്ന് തളർന്നു കിടക്കുകയാ. ആ സമയത്ത് വെള്ളത്തിലൂടെ ഒരു ആപ്പിളൊഴുകി വരികയാണ്. സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന കാണാനഴകുള്ള സുന്ദരനായ ചെറുപ്പക്കാരൻ വിശപ്പിന്റെ കാഠിന്യത്താൽ വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന ആപ്പിള് കണ്ടപ്പോ പടച്ചവനെ അവിടെ നിന്നെടുത്ത് കഴിക്കുകയാണ്. പകുതി തന്റെ വയറ്റിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നു. വിശപ്പിന് അല്പം ശമനം വന്നു. തന്റെ ആമാശയത്തിലേക്ക് അല്പം ഭക്ഷണം കടന്നു ചെന്നപ്പോ പടച്ചവനെ, ആ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളില് അതാ പകുതി ആപ്പിള് കഴിഞ്ഞപ്പോഴാണ് ചിന്തിക്കുന്നതല്ലോ, ഇതാരുടേതാണെന്ന് അറിയില്ലല്ലോ, അനുവാദം ചോദിച്ചില്ലല്ലോ, ഹറാമ് തിന്നുപോയല്ലോ, എന്റെ രക്തത്തിൽ ഹറാമ് ലയിച്ചു പോയല്ലോ, എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടല്ലോ. സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന കാടാരടകുള്ള സുന്ദരനായ ചെറുപ്പക്കാരൻ വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു ആപ്പിളെടുത്ത് കടിച്ചിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് പുഴയുടെ ചാരത്തിരുന്ന് കരയുകയാ. അല്ലാഹുവേ, പകുതി ആപ്പിള് കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ആ പുഴയുടെ ചാരത്തുകൂടെ നടന്ന് അവസാനം എന്റെ പ്രിയമുള്ളവരെ എത്രയോ ദൂരം നടക്കുകയാ. അവസാനം ഒരു ആപ്പിളിന്റെ തോട്ടം കണ്ടുപിടിക്കുകയാണ്. സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു മനുഷ്യനെ കാണുകയാ. സാബിത്ത് കരയുന്ന, എനിക്ക് പൊരുത്തപ്പെട്ടു തരുമോ? നിങ്ങളുടെ തോട്ടത്തിൽ നിന്നൊരു ആപ്പിള് വെള്ളത്തിൽ
കണ്ണിൽ വീട് ഒഴുകി വന്നു. അറിയാതെ എടുത്ത് കടിച്ചു പോയി. ആ മനുഷ്യൻ പറയുന്നു, സാബിത്തേ, ഞാനിവിടത്തെ തൊഴിലാളിയാണ്, ഞാനിവിടത്തെ തൊഴിലാളിയാണ്. എന്റെ യജമാനന്റെ വീടങ്ങ് വിദൂരത്തിലാ. 3 ദിവസം രാവും പകലും നടന്നാലേ എന്റെ യജമാനന്റെ വീട്ടിലെത്തൂ. സാബിത്ത് പറഞ്ഞു, 3 അല്ല 300 കൊല്ലം നടക്കേണ്ടി വന്നാൽ പടച്ചവരെ ഞാൻ നടക്കാൻ തയ്യാറാണ്. നാളെ പടച്ചവന്റെ പരലോകത്ത് കിടന്ന് നെട്ടോട്ടം ഓടുന്നതിനേക്കാളും നല്ലത് 3 ദിവസം നടക്കലാണല്ലോ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അവസാനം 3 ദിവസം രാവും പകലും നടന്ന് ആ തോട്ടത്തിന്റെ മുതലാളിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചിരിക്കുന്ന പൊരുത്തം തരുവോ? എന്റെ കയ്യിലിരിക്കുന്ന ആപ്പിള് നിങ്ങളുടെ തോട്ടത്തിലെയാണ്, അതിന്റെ പകുതി എന്റെ വയറ്റിലായി പോയി, പൊരുത്തപ്പെട്ടു തരുവോ? പൊരുത്തപ്പെട്ടു തരുവോ? ആ സമയത്ത് ആ പ്രായമുള്ള മനുഷ്യൻ പറയുന്നു, സാബിത്തേ, ഞാൻ പൊരുത്തപ്പെട്ടു തരണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്ത് കണ്ടീഷനും ഞാൻ തയ്യാറാണ്. ആ മനുഷ്യൻ പറഞ്ഞു, സാബിത്തേ, നീ എന്റെ പൊന്നുമോള വിവാഹം കഴിക്കണം. അവൾക്ക് കണ്ണിന് കാഴ്ചയില്ല, അവൾക്ക് ചെവിക്ക് കേൾവിയില്ല, അവൾക്ക് നടക്കാ കഴിവില്ല. കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, നടക്കാ കഴിവില്ലാത്ത എന്റെ വികലാംഗയായ പൊന്നുമോള നീ വിവാഹം കഴിച്ചാല് ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ട് തരൂ എന്നാ മനുഷ്യൻ പറയുമ്പോ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് പറയുകയോ, എന്തിനും ഞാൻ തയ്യാറോ, എനിക്ക് പടച്ചിറപ്പിന്റെ മുന്നിൽ രക്ഷപ്പെട്ടാൽ മതി. അവസാനം എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുന്ന വിഭാഗം കഴിഞ്ഞു. മണിയിറക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ സാബിത്ത് ബിൻ ഇബ്രാഹിം അത്ഭുതപ്പെടുകയോ, കാണാനഴകുള്ള ഒരു സുന്ദരിയായ പെണ്ണ് മണിയിറക്കകത്ത് ഒരുങ്ങിയിരിക്കുകയാണ്. സാബിത്ത് ചോദിച്ചു, എന്റെ ഭാര്യ എവിടെ? കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, നടക്കാൻ കഴിവില്ലാത്ത വികലാംഗയായ എന്റെ പ്രിയപ്പെട്ട ഭാര്യ എവിടെ എന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് വിളിക്കുന്നു, സാബിത്തേ, ഞാൻ തന്നെയാ നിന്റെ ഭാര്യ, ഞാൻ തന്നെയാ നിന്റെ ഭാര്യ. എന്റെ വാപ്പ എന്റെ കണ്ണിന് കാഴ്ചയില്ലെന്ന് പറയാറുള്ള കാരണം എന്തെന്നറിയുവോ? അല്ലാഹു കാണരുത് എന്ന് പറഞ്ഞ ഒരു കാര്യവും ഇന്ന് വരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലോ. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഹറാമ് ഇന്ന് വരെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹു കേൾക്കരുത് എന്ന് പറഞ്ഞ ഒരു കാര്യവും ഇന്ന് വരെ ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടില്ല. അല്ലാഹു നടക്കരുത് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് ഇന്ന് വരെ എന്റെ കാലുകൊണ്ട് നടന്നിട്ടില്ല. അതുകൊണ്ടാണ് എന്റെ വാപ്പ കണ്ണ് കാണില്ല, ചെവി കേൾക്കില്ല, നടക്കാൻ കഴിവില്ലെന്ന് പറഞ്ഞതെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണ് പുഴയിലൂടെ ഒഴുകി വന്ന ആപ്പിളെടുത്ത് കടിച്ചിട്ട് പൊരുത്തം ചോദിക്കാൻ പോയ ചെറുപ്പക്കാർ, അല്ലാഹുവേ, ഇവർ രണ്ടുപേരും കുടുംബജീവിതം തുടങ്ങുകയാ. ആ നവദമ്പതികൾക്കൊരു മകൻ ജനിച്ചു. നല്ല ഉമ്മയുടെ വയറ്റിലെ നല്ല മക്കള് ജനിക്കൂ. ഈ ദമ്പതികൾക്ക് ജനിച്ച മകന്റെ പേരെന്തെന്നറിയുമോ? ഈ ഭാര്യയ്ക്കും ഭർത്താവിനും അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച ഇവർക്ക് രണ്ടുപേർക്കും ഒരു കുഞ്ഞു ജനിച്ചു. ആ കുഞ്ഞിന്റെ പേരെന്തെന്നറിയുമോ? ഇമാമുന അബൂ ഹനീഫ. അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹ് ഈ ഉമ്മയുടെ മകനാണെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോ, നല്ല വാപ്പയ്ക്ക് നല്ല മക്കള് ജനിക്കൂ, നല്ല ഉമ്മയുടെ വയറ്റിലെ നല്ല മക്കള് ജനിക്കൂ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, നീ പെണ്ണ് കെട്ടുമ്പോ നോക്കേണ്ടത് പണമല്ലടാ, സൗന്ദര്യമല്ലടാ, കുടുംബ മഹിമയല്ലടാ, ആ പെണ്ണിന് ദീനുണ്ടോ എന്ന് നോക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആദ്യം നോക്കേണ്ടത് ആ പെണ്ണിന് സൗന്ദര്യം ഉണ്ടോന്നല്ല, പണമുണ്ടോന്നല്ല, വലിയ കുടുംബത്തിലെയാണോന്നല്ല, നീ ദീൻ നോക്കിയിട്ട് പെണ്ണ് കെട്ടണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതിപ്പോ ആരും നോക്കാറില്ലല്ലോ. ദീനുണ്ടോ? അതൊന്നും ഇപ്പൊ ഒന്നുമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദീൻ നോക്കണം. നമ്മളിപ്പോ അത് നോക്കാറില്ല. പണം ഉണ്ടോന്ന് നോക്കണേ. പണം ഒരുപാടുണ്ടോ? ഒന്ന് വെറ്റതാണേലും കുഴപ്പമില്ല, ഒരുത്തന്റെ കൂടെ പോയതാണേലും കുഴപ്പമില്ല, പണം ഉണ്ടോ എനിക്കത് മതി. മക്കളെ, അള്ളാന്റെ റസൂല് പറഞ്ഞു, നിന്റെ വാപ്പ എപ്പോഴും സ്ത്രീധനത്തിന് നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ഉമ്മ സ്ത്രീധനം വാങ്ങാൻ നിന്നെ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ ജീവിക്കേണ്ടത് നീ ആ വാപ്പയല്ല,
ജീവിക്കേണ്ടത് നീയാ, ഉമ്മയല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മന തസവ്വജ ലി ഇംറഅതി മാലിഹാ ലം യസിദുഹു ഇല്ലാ ഫഖിറാ. സ്ത്രീധനം നോക്കിയിട്ട്, പെണ്ണിന്റെ പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ തന്നെ നാവ് കൊണ്ട് പറഞ്ഞു തരികയാ, ഏതെങ്കിലും ഒരുത്തന് പെണ്ണിന്റെ പണം കണ്ടുകൊണ്ട് പെണ്ണ് കെട്ടിയാ അവന് ദാരിദ്ര്യം പിടിപെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടിയാ നീ ഒരിക്കലും തീകാനയിലായി പോകുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഒന്ന് പണം നോക്കിയിട്ട് പെണ്ണ് കെട്ട, രണ്ട് സൗന്ദര്യം, ഗ്ലാമർ ഉണ്ടാകണം. ഇവനും ഭാര്യയും കൂടെ നടന്നു പോകുമ്പോ ആൾക്കാർ ചോദിക്കണം, ലോട്ടറി അടിച്ചല്ലോടാ, എങ്ങനെ കിട്ടിയിടാ? പൊട്ടനെ ലോട്ടറി അടിച്ചവർ എവിടെ നിന്ന് കിട്ടി? 4 പേര് നോക്കിയിട്ട് ആ കൊള്ളാന്ന് പറയണം. അള്ളാന്റെ റസൂല് പറഞ്ഞു, സൗന്ദര്യം മാത്രം നോക്കിയിട്ട് നീ പെണ്ണ് കെട്ടല്ലേ, അവളുടെ സൗന്ദര്യം അവളെ നശിപ്പിച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നീ ശശിയായി പോകും മക്കളെ, അതെന്നെ വച്ചവരടത്തി പറഞ്ഞ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പെണ്ണിന്. അതുകൊണ്ടാണ് ഈ ഡോക്ടർമാരൊക്കെ കൗൺസിലിംഗ് നടത്തുന്ന ഡോക്ടർമാര് പറയും, ഭാര്യയോട് ഒരിക്കലും പറയരുത് എന്നെക്കാളും സൗന്ദര്യം നിനക്കാണ്. പറഞ്ഞിട്ടുണ്ടോ നീ പെട്ടുപോകും. ഒരിക്കലും ഭാര്യയോട് ഭർത്താവ് പറയരുത് എന്നെക്കാളും ഗ്ലാമർ നിനക്കാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓടും പിന്നെ തറയുന്ന നിൽക്കൂല. അപ്പൊ ഇവനില്ലെങ്കിൽ ഇവന്റെ വാപ്പ അങ്ങനെ ഇപ്പം പെണ്ണുങ്ങൾ അങ്ങനെ ചിന്ത. സൗന്ദര്യമുണ്ടെങ്കിലും പെണ്ണിന്റെ സൗന്ദര്യത്തിനെ വർണ്ണിക്കാൻ പാടില്ല. അവളുടെ സൗന്ദര്യം, ഉദാഹരണം പറഞ്ഞ, നല്ല ഒഴുക്കുള്ള ഒരു പുഴ കാണുമ്പോ ആരായാലും ഒന്ന് കുളിക്കാൻ തോന്നില്ല. മഹാനായ തടവ് ഉസ്താദ് പറഞ്ഞതുപോലെ, ഒഴുക്കുള്ള ഒരു പുഴ കാണുമ്പോ ആർക്കും ഒന്ന് കുളിക്കാൻ തോന്നും. ഇതാ ഗ്ലാമറുള്ള പെണ്ണ്, അല്ലാഹു കാക്കുമാറാകട്ടെ. 3, കുടുംബ മഹിമ നോക്കിയിട്ട് അവനെ കൊണ്ട് പറ്റണല്ല, അങ്ങ് കയറി പുളിങ്കൊമ്പിലെ പിടിക്കാറുള്ളൂ. അങ്ങനെ നോക്കിയിട്ട് നീ പെണ്ണ് കെട്ടരുത്. അങ്ങനെ നോക്കിയിട്ട് നീ പെണ്ണ് കെട്ടിയ ആ കുടുംബത്തിൽ നീ നാറിപ്പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവിടെ നാണം കെട്ടുപോത്തേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, മോനെ, റോഡിന്റെ ഓരത്ത് നിന്ന് ചിരിക്കണവൾ വിളിച്ചുകൊണ്ട് വന്ന വാപ്പയെ പോലെ ഇരുന്ന് അനുഭവിക്കേണ്ടി വരും. റോഡിന്റെ ഓരത്തിൽ നിന്ന് കരയി ചിരിക്കുന്ന ഒരു പെണ്ണ്, സ്കൂളിൽ നിൽക്ക പോകുന്ന പെണ്ണ്, അവളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നാൽ നിനക്ക് ഒരുപാട് ദുരിതം അനുഭവിക്കേണ്ടി വരും. അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ദീൻ നോക്കിയിട്ട് പെണ്ണ് കിട്ടും. എത്രയോ ആൾക്കാർ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞ, ഒരു വാപ്പയും മകനും കൂടെ പള്ളിയിൽ പോകാം. വിവാഹം കഴിക്കാത്ത ഒരു മകനും വാപ്പയും കൂടെ പള്ളിയിൽ പോവാം. രണ്ടുപേരും പള്ളിയിൽ പോയിട്ട് ഒരു സഫിൽ അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് വാപ്പ അപ്പുറത്തിരുന്ന് ദുആ ചെയ്യും, മകൻ ഇവിടെ ഇരുന്ന് ദുആ ചെയ്യുന്നു, റബ്ബേ ഞാൻ പെണ്ണ് കെട്ടിയിട്ടില്ല, അല്ലാഹ് നല്ലൊരു പെണ്ണിനെ തരണേ, അല്ലാഹ് ഒരു സാലിഹായ പെണ്ണിനെ എനിക്ക് തരണേ. മകൻ ദുആ ചെയ്യാ, ഇവന്റെ വാപ്പ അപ്പുറത്തിരുന്ന് പറയുന്നത് എന്താ? അല്ലാഹു തന്നതിനെ ഒന്ന് നന്നാക്കി തരണേ പടച്ചവനെ. ആരേക്ക്? വാപ്പയും മകനും രണ്ടുപേരും ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെ. ഞാനും നിങ്ങളും ചിരിക്കൊന്നും വേണ്ട, ദുആ ചെയ്യുന്ന ഇത് തന്നെ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. അല്ലാഹു സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. 6 വിഭാഗം പെണ്ണുങ്ങൾ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്നവളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 6 വിഭാഗം പെണ്ണുങ്ങൾ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്നവളാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാരെയൊക്കെ ആ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു രക്ഷിക്കുമാറാകട്ടെ. 6 വിഭാഗം പെണ്ണുങ്ങൾ വീടിന്റെ ഐശ്വര്യവും ബർക്കത്തും നഷ്ടപ്പെടുത്തുന്നവർ. ആരാന്നറിയോ? ഞാൻ പറഞ്ഞു തരാം. പെണ്ണുമ്പിള്ളയ്ക്ക് സ്വഭാവം ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കൂ. പറ മനുഷ്യന്മാരെ, നിങ്ങളുടെ ഭാര്യമാർക്ക് ഈ പറയുന്ന 6 സ്വഭാവങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ നീ കഷ്ടപ്പെടുന്നതിന്റെ അവകാശം തന്നെ. നിങ്ങൾ കഷ്ടപ്പെടുന്നതിന്റെ കാര്യം തന്നെ ഭാര്യയ്ക്ക് തിരുത്തി കൊടുക്കുക. പെണ്ണുങ്ങൾ ഈ സ്വഭാവം ഉണ്ടെങ്കിൽ മാറ്റുക. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1, നേരെ ഇരി. എല്ലാം നേരെ ഇരി മനുഷ്യന്മാരൊക്കെ. പ്രസവമൊക്കെ ഗർഭിണികൾ, നിങ്ങൾ നേരെ ഇരി. നിങ്ങളൊക്കെ നേരെ ഇരുന്ന് അല്ലാഹു ആരോഗ്യം ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയുന്ന 1ാമത്തെ പെണ്ണ് എപ്പോഴും രോഗം നടിക്കുന്നവളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഐഷ, ഒരു ഗ്ലാസ് സുലൈമാനി ഇട്ടതാ, അല്ലാഹ് എനിക്ക് നടുവേദനയേക്ക, എനിക്ക് തലവേദനയേക്ക. 24 മണിക്കൂറും രോഗം നടിക്കുന്നവൾ, ഒരു അസുഖമില്ലെങ്കിലും അഭിനയിക്കുന്ന സീരിയൽ നടിമാരാ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അങ്ങനെ ഒരു ഭാര്യ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ പോയി ചങ്ങാതി ഓളെ തിരുത്തി കൊടുക്കുക. അല്ലാഹു നമുക്ക് ഈ മന്ത്രി ഗ്രഹിക്കുമാറാകട്ടെ. ചില പെണ്ണുങ്ങൾ അങ്ങനെ അഭിനയമാണ്. 2 ചെയ്ത നന്മകൾ എടുത്തു പറയുന്നവളാ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഭാര്യയും ഭർത്താവും വിവാഹം കഴിഞ്ഞ് 20 കൊല്ലമായി, 25 കൊല്ലമായി. ഇപ്പോഴും വഴക്കുണ്ടാകുമ്പോ ഭാര്യ പറയും, ഞാൻ വെറുതെ അല്ല വന്നത്, 25 പവനും 40 സെന്റുമായിട്ടാ വന്നത്. നിങ്ങളുടെ പെങ്ങളെ കെട്ടിക്കാൻ നേരത്ത് എന്റെ കയ്യിൽ കിടന്നതാ ഞാൻ ഉരുത്തുന്നത്. നിങ്ങളുടെ വാപ്പ മരിക്കാൻ കിടക്കുന്ന കാലം വരെ ഞാനല്ലേ നോക്കിയത്. ചെയ്ത നന്മകൾ എടുത്തു പറയുന്നവൾ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്നവൾ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അങ്ങനെ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ
അങ്ങനെ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ പോയി ചങ്ങാതി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉള്ള സമാധാനം നഷ്ടപ്പെടുത്താൻ പറയില്ല, ഉള്ള സമാധാനം നഷ്ടപ്പെടുത്താനല്ല, ഇനിയെങ്കിലും രക്ഷപ്പെടാനുള്ള വഴിയാ പറയുന്നത്. മൂന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭാര്യയും ഭർത്താവും കൂടെ ഇങ്ങനെ വെളിയിലിരിക്കാം. ഭാര്യയും ഭർത്താവും കൂടെ വെളിയിൽ ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി രണ്ടുപേരും ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അയൽവാസിയായ ഐഷായും ഭർത്താവും കൂടെ ഒരുങ്ങി കെട്ടി വെളിയിലിട്ടിറങ്ങാം. അപ്പൊ ഇവിടെ ഇരുന്നിട്ട് ഭർത്താവിനോട് പറയാ, കണ്ടോ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കണം. കണ്ടവനെ അയൽവാസിയായ പെണ്ണിന്റെ ഭർത്താവിനെ കാണിച്ചിട്ട് ഇവള് സ്വന്തം ഭർത്താവിനോട് പറയാ, ഭർത്താവ് എന്ന് പറഞ്ഞ ബോഡി കണ്ടോ, അവന്റെ ഗ്ലാമർ കണ്ടോ, അല്ലാ ഇങ്ങനെ ആവണം എന്ന് പറയുന്നവളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വന്തം ഭർത്താവിനെ മുന്നിലിരുത്തിയിട്ട് കണ്ടവനെ ആഗ്രഹിക്കുന്ന ഭാര്യ. അങ്ങനെയല്ലേ ചില നാട്ടനില്ലാത്ത ജന്തുക്കളുണ്ട്, ഇരുന്ന് ചിരിച്ചങ്ങ് കൊടുക്കും. അങ്ങനെ പറയുന്നു. സ്വന്തം ഭർത്താവിനെ മുന്നിലിരുത്തിയിട്ട് ഐഷാടെ ഭർത്താവ് അങ്ങനെ എവിടായാലും കൊണ്ടുപോകും, തലേ വെച്ചോണ്ടാ നടക്കണം അല്ലാ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ചിരിച്ചോണ്ടിരിക്കണ ചില ജന്തുക്കളുണ്ട്. ഒരെണ്ണം അപ്പട കൊടുക്കണ്ടേ, അടിക്കാൻ. ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോ പറഞ്ഞു, പെണ്ണുങ്ങളെ അടിക്കാൻ പാടില്ല, പെണ്ണുങ്ങളെ അടിക്കാൻ പറ്റുന്ന 4 അവസരമുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകിയിരിക്കുമാറാകട്ടെ. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, അത് നിങ്ങൾ പറയാതെ ശരിയായില്ല. ഒരു പെണ്ണിനെ അടിക്കേണ്ട സമയമുണ്ട്, ചില സമയത്ത് ചോദിച്ചു വാങ്ങുന്ന സമയമുണ്ട്. താന്ന് പറഞ്ഞ് പുറകെ നടക്കും, കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അല്ലാഹു നമുക്ക് നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഭാര്യയും ഭർത്താവും ഇരിക്കുമ്പോ മറ്റൊരാണിനെ ആഗ്രഹിക്കുന്നവൾ, അവൾ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്നവൾ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാലാമത്തെ പെണ്ണ് 24 മണിക്കൂറും കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരുങ്ങുന്നവളാണെന്ന് നബിയിന റസൂലുള്ളാഹി. അവൾക്ക് മക്കളെ നോക്കാനും വയ്യ, ഭർത്താവിനെ നോക്കാനും വയ്യ, വീട് നോക്കാനും വയ്യ, ഒന്നുമില്ല. 24 മണിക്കൂർ എഴുന്നള്ളത്തിന് നിൽക്കുന്ന ആനയെ പോലെ നിൽക്കണം. ഇങ്ങനെ പട്ടയൊക്കെ ഇങ്ങനെ ഇട്ടി ഇങ്ങനെ നിൽക്കണം. ഒരുങ്ങണ്ട എന്ന് ഞാൻ പറയുന്നില്ല, വേണം ആവശ്യത്തിനൊക്കെ ഒരുങ്ങണം. ഭർത്താവിന്റെ മുന്നിൽ ഒരു പെണ്ണ് ഒരുങ്ങേണ്ടത്, പക്ഷെ അത് എപ്പോഴും ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഉറച്ചവനെ വല്ലാത്ത ഒരുക്കം, അത് നല്ലതല്ല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 5-ാമത്തെ പെണ്ണ്, ഭർത്താവിനെ ഭാര്യയും കൊണ്ട് വെളിയിൽ പോകാൻ വയ്യ, പേടിയ. ഭർത്താവിന്റെ കയ്യിൽ പൈസ ഉണ്ടോ ഇല്ല അതൊന്നും അറിയില്ല. ഉദാഹരണം പറഞ്ഞ ലുലു സെന്ററിൽ പോകണമെന്ന് കുറെ കാലം കൊണ്ടേ പറയണ്. ഈ മനുഷ്യ എവിടെന്നെങ്കിലും കുറച്ച് പൈസ ഒക്കെ കടം മേടിച്ചിട്ട് ഭാര്യയും കൊണ്ട് കൊച്ചിയിൽ പോയി. ലുലു സെന്ററിൽ കയറിയിട്ട് ഇവക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്തു, ചോദിച്ചതെല്ലാം വാങ്ങിക്കൊടുത്തു. പോക്കറ്റ് മൊത്തം കാലിയായി, വണ്ടിക്കൂലിക്ക് മാത്രമേ പൈസ ഉള്ളൂ. ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ അപ്പുറത്തൊരു ചുരിദാർ കിടക്കണോട് അപ്പോഴും പറയും, അത് എനിക്ക് വേണം, കാണുന്നത് മുഴുവനും എനിക്ക് വേണമെന്ന് വാശി പിടിക്കുന്നവടെ നല്ലവളല്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 6-ാമത്തെ പെണ്ണ്, തന്റെ ഭർത്താവ് ആവശ്യത്തിന് വേണ്ടി വിളിച്ചാൽ, തന്റെ ഭർത്താവ് ശാരീരികമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി വിളിച്ചാൽ പറയും, ഞാൻ കുളിച്ചില്ല, എനിക്ക് ശുദ്ധിയില്ല, എങ്ങനാന്ന് പറഞ്ഞ് ഒഴിയുന്നവള. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 6 വിഭാഗം പെണ്ണുങ്ങൾ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്നവളാ. നിങ്ങളുടെ ഭാര്യമാർക്ക് ഈ സ്വഭാവം ഉണ്ടെങ്കിൽ പൊന്നു ചങ്ങാതി തിരുത്തി കൊടുക്ക്, എങ്കിലും നിന്റെ ജീവിതം സന്തോഷത്തിലാകും. അല്ലാഹു നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, മോനെ, പൊന്നുമോനെ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നിനക്ക് നല്ല മക്കളെ വേണമെങ്കിൽ, നല്ല മക്കൾ ജനിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ ഒന്നാമതായി പറഞ്ഞു, കണ്ടവളെ കെട്ടല്ലേ, നല്ലവളെ കെട്ടണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയമുള്ളവരെ, ഇതിനകത്തിരിക്കുന്ന ചില വാപ്പമാര് ചിന്തിക്കും, ഉസ്താദേ ഞങ്ങളൊക്കെ വിവാഹം കഴിഞ്ഞല്ലോ, ഇനി ഇത് പറഞ്ഞിട്ട് എന്ത് കാര്യമാണെന്ന് ചോദിക്കുന്ന ഉപ്പ, നിന്റെ പൊന്നുമോളെ നിനക്ക് കെട്ടിച്ചു വിടാൻ അവസരമുണ്ടല്ലോ, നിന്റെ മകന് വിവാഹം കഴിക്കുന്ന സമയത്ത് നോക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരികയാണ്, നിന്റെ വയറ്റിന് നല്ല മക്കള് ജനിക്കണമെങ്കിൽ, നിന്റെ മക്കൾക്ക് നല്ല മക്കള് പിറക്കണമെങ്കിൽ, ഖബറിന്റെ ചാരത്ത് വന്ന് ദുആ ചെയ്യുന്ന മക്കളെ നിനക്ക് വേണമെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫദ്ഫർ ബിദാതി ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, അങ്ങനെ പെണ്ണ് കണ്ട് വിവാഹം ഉറപ്പിച്ചു. ഒരു പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടു, ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് വിവാഹം ഉറപ്പിച്ചു. 2, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നല്ല മക്കളെ കിട്ടണമെങ്കിൽ 2-ാമത്തെ കണ്ടീഷൻ എന്തെന്നറിയുമോ? ആദ്യ വിവാഹം നടന്നത് സ്വർഗത്തിൽ വെച്ചാണ്. അബുൽ ബസർ നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹാ, നമ്മുടെ വാപ്പയുടെയും
വാപ്പയുടെയും ഉമ്മയുടെയും വിവാഹം നടന്നത് എവിടെ വെച്ചെന്നറിയുമോ? അത് പടച്ചവന്റെ സ്വർഗത്തിൽ വെച്ചാട്, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ വെച്ചാ. നമ്മുടെ വാപ്പയും ഉമ്മയും വിവാഹം കഴിച്ചത്, നമ്മളെ വിവാഹം കഴിക്കുന്നത് അവിടെ ജീവിക്കാരാ. എന്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ വിവാഹം കഴിച്ചിട്ട് ജീവിക്കുന്നത് സ്വർഗത്തിലാ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം അവിടെയാണ്. ഭാര്യയുടെ കയ്യിൽ പിടിച്ച്, മക്കളുടെ കയ്യിൽ പിടിച്ച്, പടച്ചവന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ ഇഷ്ടമുള്ളത് തിന്നു കുടിച്ചു ആസ്വദിച്ച് മതിമറന്ന് സുഖിക്കേണ്ടത് അവിടെയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ആദ്യ വിവാഹം നടന്നത് സ്വർഗത്തിൽ വെച്ചാ. അതുകൊണ്ട് പ്രിയമുള്ള ചെറുപ്പക്കാരാ, നല്ല മക്കളെ പിറക്കണമെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ എന്തെന്നറിയുമോ? നിന്റെ വിവാഹം പള്ളിയിൽ വെച്ച് നടത്തട്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനമുണ്ടല്ലോ, സ്വർഗ്ഗം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ ഈ ദുനിയാവിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനം അത് അല്ലാഹുവിന്റെ പടച്ചവന്റെ പള്ളികളാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, പള്ളിയിൽ വെച്ച് വിവാഹം നടത്തണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. എത്രയോ ഈ നാട്ടിൽ എത്രയോ ഹിന്ദുക്കളുണ്ട്. ഹൈന്ദവ വിശ്വാസികളുടെ കല്യാണത്തിൽ ഞാനും നിങ്ങളും പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് വരെ ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ വെച്ച് നിക്കാഹ് നടത്തിയിട്ടുണ്ടോ? എത്ര വലിയ പണക്കാരനാകട്ടെ പാവപ്പെട്ടവനാകട്ടെ, അവരുടെ അമ്പലത്തിൽ വെച്ച് അവര് വിവാഹം നടത്താറുള്ളൂ. ഏത് ക്രിസ്ത്യാനികളുടെ പള്ളിയിൽ പോയാലും അവര് ക്രിസ്ത്യാനികളുടെ വിവാഹവും പള്ളിയിൽ വെച്ച് നടത്തൂ, ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തില്ല. കാരണം അവർക്കറിയാം നല്ലത് എവിടെയാണെന്ന് അവർക്കറിയാം. പക്ഷേ നമുക്കറിയില്ല. നമ്മൾ പള്ളിയിൽ വെച്ച് നടത്തൂല. അത് പ്രായമുള്ളവർക്കാ, അത് ഉസ്താദന്മാർക്കാ, അത് ഹാജിയാക്കന്മാർക്കാ. എന്റെ വിവാഹം, എന്റെ മക്കളുടെ വിവാഹം ഓഡിറ്റോറിയത്തിലാ. മോനെ, നിനക്ക് നല്ല മക്കളെ ജനിക്കൂല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹം എവിടെ നടത്തണം? നമ്മുടെ വാപ്പയും ഉമ്മയും കല്യാണം കഴിച്ചത് സ്വർഗത്തിൽ വെച്ചാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? നമ്മുടെ വാപ്പയും ഉമ്മയും, നല്ല വാപ്പയും ഉമ്മയും സ്വർഗത്തിൽ വെച്ച് ജീവിതം തുടങ്ങി. ജീവിക്കേണ്ടത് സ്വർഗത്തിൽ, അങ്ങോട്ട് തന്നെയാ പോണ്ടേ. അതുകൊണ്ട് നിന്റെ വിവാഹം പള്ളിയിൽ വെച്ച് നടത്താവൂ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതെങ്ങനെ അപ്പാസ്താദ ഇല്ലേ? അതിപ്പോ കല്യാണം എന്നൊക്കെ പറഞ്ഞ എന്താ അല്ലേ? വിവാഹം എന്നൊക്കെ പറഞ്ഞ പ്രശ്നം എന്താ അല്ലേ? ഗാനമേളയും എന്തെല്ലാം പരിപാടികളാ, പണക്കൊഴുപ്പ് കാണിക്കുക. അവനവൻ ലോൺ എടുത്തിട്ടാണെങ്കിലും വിവാഹം നല്ല പോലെ നടത്തണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ കാണിക്കുന്നത് എന്തൊക്കെ ഇല്ലേ? എവിടെ എത്തി നിൽക്കുന്ന ഇന്നത്തെ വിവാഹം? എഴുന്നള്ളത്തിന് വരുന്ന ആനയെ പോലെയാ. നിങ്ങൾക്ക് കല്യാണത്തിന്റെ തലേ ദിവസം തുടങ്ങും മൈലാഞ്ചി മുതൽ തുടങ്ങും. പടച്ചവനെ രാത്രി 12 മണി വരെ എന്തെല്ലാം കൂത്തുകൾ കഴിഞ്ഞു. രാവിലെ 7 മണി വരെ ഉറക്കം, പുതുമണവാളൻ. ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യം നടക്കുന്ന ദിവസം വിവാഹം. അന്നത്തെ ദിവസം സുബഹി നിസ്കരിക്കാതെ പോത്തുപോലെ കിടന്നുറങ്ങും. എഴുന്നേറ്റ് എല്ലാം കൂടെ കുറെ എണ്ണം വീട്ടിലേക്ക് വരും. കുടിപ്പിച്ച് ഒടുക്കത്തെ ഒരുക്കം, മയ്യത്തൊരുക്കുന്നത് പോലെ. ഈ പൊട്ടൻ ഇത്രയും കൊല്ലം 18 വർഷം 22 വർഷം 25 വർഷം അവൻ നേരെ ചൊവ്വ ഒരുങ്ങി നടന്നവനാ. വിവാഹത്തിന്റെ ഒരു പുതു ഒരുക്കം. മയ്യത്ത് മാത്രമേ അങ്ങനെ ഒരുക്കാറുള്ളൂ. കഫംതുണി പൊതിയാ ഉസ്താദ് വരുന്നത് പോലെ ചെറുക്കന് ഒരുക്കും. അവനെ കുളിക്കാൻ അറിയില്ല, അവന് ഉടുപ്പിടാൻ അറിയില്ല, അവനൊരു പ്രത്യേക ഒരുക്കലാ. ഒരുക്കിയിട്ട് പള്ളിക്കകത്ത് കൊണ്ടുവെക്കും. പടച്ചവന് ചിലതൊക്കെ പള്ളി വരും. ഉസ്താദ് അങ്ങോട്ട് ഇരുന്നിട്ട് 2 കയ്യും പിടിച്ച് അങ്ങോട്ട് വെക്കും അല്ലേ? ഇന്നത്തെ വിവാഹമൊക്കെ ചിരി വരും. ഏറ്റവും വലിയ കോമഡി നടക്കണം നിക്കാഹിന. എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ കോമഡി ചിരി വരുന്ന എപ്പോഴും അറിയോ? അള്ളാഹുവെ പടച്ചവനെ സെക്രട്ടറി ചോദിക്കും, പ്രസിഡന്റ് ചോദിക്കും, മോനെ മഹർ എത്രാടാ? മോൻ തിരിഞ്ഞിട്ട് വാഫാനോട് ചോദിക്കും മഹർ. ഉസ്താദ് രജിസ്റ്ററിൽ എഴുതാൻ ചോദിക്കും, മോനെ മഹർ എത്ര? ഇങ്ങനെ ഒന്ന് കറങ്ങിയിട്ട് വാപ്പാനോട് ചോദിക്കും, വാപ്പ മഹർ. ചിലപ്പോ വാപ്പ ഉപ്പാപ്പാനെ വിളിക്കും, എത്ര? അത് ഒരു 1001 ഗുണമാണ്. ചിലതൊക്കെ പെണ്ണേട്ടാ, ചിലതൊക്കെ പടച്ചവനെ മഹർ ചോദിക്കുമ്പോ തെരയട ഇവൻ കൊടുത്തിട്ട് കെട്ടേണ്ടത് ഇവൻ അറിയില്ല. ഇങ്ങനെ ചോദിച്ചത് അവസാനം വലിയ ഉസ്താദ് ഇങ്ങനെ അങ്ങോട്ട് കയ്യൊക്കെ പിടിച്ചിട്ട് ഉസപ്പിച്ചുക്ക ഇരുന്ന തപ്പ ഉസപ്പിച്ചുക്ക.
ഉസ്താദ് ഇങ്ങനെ കൈ പിടിച്ചിട്ട് പറയും സംഭവിച്ചുക്ക ഇവയെന്ന് തപ്പ ഇവന് തപ്പ വേറെന്താ പറയണേ, ഇതുപോലും പറയാനറിയാത്ത ചങ്ങായിമാര്. എന്നിട്ട് ഉസ്താദ് ഇങ്ങനെ എല്ലാം കഴിഞ്ഞു കൈ ഇങ്ങനെ വെച്ചിട്ട് അള്ളാഹുവോട് ദുആ ചെയ്യുക, അയ്യുഹൽ അറൂസാൻ ബറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ അല്ലാഹു ബൈനക, അല്ലാഹുവേ ഇവനെ ഇവന്റെ ഭാര്യയ്ക്ക് നീ ഖൈറും ബറക്കത്തും ഐശ്വര്യമുള്ള ജീവിതം കൊടുക്കണേ എന്ന് പറയുമ്പോ പൊട്ടൻ കണ്ണാടിയും വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് മടി കിടക്ക, ഒരു ആമീൻ പോലും പറയാൻ വയ്യ. എടാ ഇവന് നല്ല ജീവിതം ഉണ്ടാക്കണേ, ബാക്കി എല്ലാരും വന്ന് തിന്നിട്ട് പോകും, ബാക്കിയുള്ളവര് മുഴുവനും വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകും, ഇവന്റെ വാപ്പ പോലും ദുആ ചെയ്യത്തില്ല. നിങ്ങൾ പറ, സ്വന്തം കല്യാണ പയ്യന്റെ വാപ്പ പോലും പടച്ചവൻ അങ്ങനെ വേറെ ചിന്തയില്ല, എല്ലാരെയും വിളിക്കാനും സ്വന്തം മോന്റെ നിക്കാഹിന്റെ സമയത്ത് ആ മനുഷ്യൻ പോലും നെഞ്ചു പൊട്ടിക്കിട്ട് റബ്ബേ ഇവര് നല്ല ജീവിതം കൊടുക്കണേ എന്ന് പറയാത്ത സമയമില്ല, ചിന്തയില്ല. പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യും, ഇവനെ നാമി പിടിക്കാൻ പോലും മടിയിൽ ഇങ്ങനെ കടത്തിയിരിക്കുക, എടുത്തിങ്ങനെ ഇങ്ങനെ കടത്തിയിട്ടിരിക്കുക, ഒന്ന് തീർന്നിട്ടോ ഇങ്ങനെ ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ ഓടാൻ അവിടെ കാത്തു നിൽക്കുക. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനിത് പറയും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ ചിലപ്പോൾ തല്ലുമായിരിക്കും, തല്ലിയാലും കുഴപ്പമില്ല, മരിച്ച ഷഹീദിന്റെ കൂലി അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, വിവാഹം കഴിഞ്ഞു, പിന്നെ അങ്ങോട്ട് ആഘോഷല്ലേ, പടക്കത്തിന് തീ കൊടുക്കുന്നത് പോലെ പിന്നെ അങ്ങോട്ട് ചടങ്ങുകൾ. ആഡിറ്റോറിയത്തിൽ ആണുമില്ല പെണ്ണുമില്ല പ്രായമില്ല. ആര്യാരോട് ചോദിക്കും എന്താ മോളുടെ വിവാഹം? ഞാൻ പറഞ്ഞ കേൾക്കൂല ഉസ്താദ്, എന്റെ മക്കള്. വാപ്പ പറയാ ഞാൻ നാണമില്ലേ വാപ്പ, നീ നട്ടല് വേണം, സ്വന്തം മക്കളുടെ നേരെ രൂപ നിർത്താൻ കഴിയില്ലെങ്കിൽ നീ എന്തിനാ പെണ്ണ് കെട്ടിയ എഴുക്കറും ദ്വായും പറഞ്ഞിട്ടിരുന്നാ പോലെ. വാപ്പമാര് പറയും ഞാൻ പറഞ്ഞ അനുസരിക്കൂല, പിന്നെ പറയും ഒന്നല്ലേ ഉള്ളൂ, എന്നാ പിന്നെ ഒലക്കൊക്കെ തല്ലാന്നല്ലേ, ഒന്നല്ലേ ഉള്ളൂ. ഏതവസ്ഥ ഇങ്ങനെ എന്തെല്ലാം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു, പിന്നെ പടച്ചവനെ വിവാഹം കഴിഞ്ഞു പെണ്ണിനെയും പയ്യനെയും കൊണ്ടുവരുന്നത് ടിപ്പർ ലോറിക്കകത്ത് JCB-ക്കകത്തൊക്കെ ഇരുത്തിയിട്ടാ അല്ലേ. അല്ലാഹു അലം, ചെണ്ടമേളമൊക്കെ നടത്തുന്നു. അവസാനം പെണ്ണിനെ കൊണ്ടുവന്ന് വീട്ടിൽ വിട്ടു. പാതിരാത്രി എത്തിക്കഴിയുമ്പോ 10 മണി കഴിയുമ്പോ പിന്നെ അവന്റെ കൂട്ടുകാര് വന്നിട്ട് പടക്കം പൊട്ടിക്കുന്ന രംഗം. എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ സമുദായം? എവിടെ എത്തി നിൽക്കുന്ന സമുദായം? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് സ്നേഹത്തോടെ പറയാം, മോനെ നിന്റെ വിവാഹത്തിന് ഇങ്ങനെ നടന്നാൽ വല്ലാഹി സത്യം നിനക്ക് നല്ല മക്കൾ ജനിക്കൂല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിനക്ക് ജനിക്കൂല. ഈ സദസ്സിലിരിക്കുന്ന ഏത് വാപ്പയാകട്ടെ, വാപ്പാ നിന്റെ പൊന്നുമോന്റെ വിവാഹം, നിന്റെ പൊന്നുമോളുടെ വിവാഹം ഇതുപോലെയുള്ള പേക്കൂത്തുകൾ നടത്തിയ അല്ലാഹുവേ പടച്ചവനെ, നിന്റെ മക്കൾക്ക് നല്ല മക്കൾ ജനിക്കൂല. അവസാനം നിന്റെ കൊച്ചുമക്കളുടെ ജീവിതം കണ്ടിട്ട് കണ്ണീര് കുടിക്കേണ്ട ഗതി നിനക്ക് വരുമെന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, പുതുമണവാട്ടി എന്ന് പറഞ്ഞാൽ ആരെന്നറിയുമോ? വിവാഹം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? ഒരു വിവാഹം ഞാൻ നിനക്ക് പറഞ്ഞു തരാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ പൊന്നുമോള് അലിയാർ തങ്ങളുടെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കുകയോ. അവസാനം വിവാഹം കഴിഞ്ഞു. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, വിവാഹത്തിന്റെ പ്രഥമ രാത്രി സ്വപ്നം കാണുന്ന, മണിയറ സ്വപ്നം കാണുന്ന, ആദിരാത്രിയിൽ ഒരുപാട് സ്വപ്നം കാണുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് നിന്റെ ആദിരാത്രി എങ്ങനെയായിരിക്കണമെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ച് മണിയറയ്ക്കകത്തേക്ക് കടന്നു വരികയാണ്. വീടിനകത്തേക്ക് കടന്നു വരുമ്പോ ഫാത്തിമ ബീവി വീടിനകത്തേക്ക് കയറി കഴിയുമ്പോ അലിയാർ തങ്ങൾ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കുണ്ടല്ലോ, കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കം അണയ്ക്കുകയാണ്. ഈ വീടിനകത്ത് കിടന്നു കഴിയുമ്പോൾ വിളക്കണയ്ക്കുകയാ. വിളക്കണയ്ക്കൽ സുന്നത്തോ? ആ മഹാനായ അലിയാർ തങ്ങളെ വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കം അണച്ചു കളയുമ്പോ അല്പം സമയം കഴിയുമ്പോ ഒരു തേങ്ങിക്കരച്ചല കേൾക്കുകയോ. അലിയാർ തങ്ങൾ കരയുന്ന ഭാഗത്തേക്ക് ചെല്ലുമ്പോ ആരായിരുന്നു കരയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മണിയറയ്ക്കകത്തിരുന്ന് കരയുകയാണ്. അലിയാർ തങ്ങൾ ചോദിച്ച, ഫാത്തിമ എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? നിന്റെ വീടിന്റെ മുന്നിലെ മക്കയിലെ എത്രയോ കോടീശ്വരന്മാര് വന്ന് കാത്തു നിന്നിട്ടുണ്ട്. അലിയാർ തങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ കൈയെടുത്ത് അലിയാർ തങ്ങളുടെ വാദത്തിൽ പിടിച്ചിട്ട് അവിടുന്ന് പറയുന്നു, അലിയേ എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാലിയേ, എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്.
രാത്രിയാണല്ലോ, ഇന്ന് നമ്മുടെ അതിരാത്രിയാണല്ലോ, ഇന്ന് നമ്മുടെ ജീവിതം തുടങ്ങുന്ന രാത്രിയാണല്ലോ. പടച്ചുറപ്പേ, വീടിന്റെ റൂമിനകത്തേക്ക് കയറി വന്നപ്പോ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കുണ്ടല്ലോ, കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കുണ്ടല്ലോ, ആ വിളക്കം അണച്ചു കളഞ്ഞപ്പോ ഈ വീടിനകത്ത് വല്ലാത്ത ഇരുള് വന്നപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയുമോ അലിയേ? നമ്മൾ രണ്ടുപേരും പിരിയുന്ന ഒരു ദിവസമുണ്ടല്ലോ, ഞാനും നിങ്ങളും ഒരു ദിവസം പിരിയുമല്ലോ. ഒരാള് ഭൂമിക്ക് മുകളിലും ഒരാള് ഭൂമിക്കടിയിലും 6 അടി മണ്ണിനകത്ത് ഒരാള് കിടക്കുന്ന ദിവസമുണ്ടല്ലോ അലിയേ. എനിക്ക് പെട്ടെന്ന് കവറോർമ്മ വന്നലിയേ, എനിക്ക് പെട്ടെന്ന് കവറോർമ്മ വന്നലിയേ, അതിൻ്റെ അകത്തെ ഇരുളോർമ്മ വന്നലിയേ. ആ രാത്രി എന്റെ കൂടെ നിങ്ങൾ വരില്ലല്ലോ, 6 അടി മണ്ണിനകത്തടിയേ നിങ്ങൾ വരില്ലല്ലോ, എന്റെ വാപ്പ വരില്ലല്ലോ, എന്റെ മക്കള് വരില്ലല്ലോ, അതിനകത്ത് ഈ ഫാത്തിമ ഒറ്റയ്ക്കാണല്ലോ അലിയേ. എനിക്ക് കവറിനെ കുറിച്ച് ഓർമ്മ വന്നെന്ന് വിഭാഗത്തിന്റെ 1ാമത്തെ രാത്രി ചിരിക്കുന്ന മുഖത്തോടെ മണിയറക്കകത്തേക്ക് കടന്നു വന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞിട്ട് കവറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട്, അയ്യോ ഇന്ന് രാത്രി നമുക്ക് രണ്ടുപേർക്ക് 6 അടി മണ്ണിന്റെ 1ാമത്തെ രാത്രിയാ മണിയറയാകേണ്ടത്. നമുക്ക് മണിയറയാക്കേണ്ടത് ഇവിടമല്ല, അൽ ഖബർ അവ്വൽ മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. മണിയറയാക്കേണ്ടത് കബറാലിയേ. അതുകൊണ്ട് നമുക്ക് ആദിരാത്രി ആ കബറിന്റെ 1ാമത്തെ രാത്രി പ്രകാശമുള്ളതാക്കാ. ഇന്ന് നമുക്കൊന്ന് നിസ്കരിച്ചുകൂടെ, നമുക്കൊന്ന് ഖുർആൻ ഓതിക്കൂടെ, നമുക്കൊന്ന് ദിക്റുകൾ പറഞ്ഞുകൂടെ. വിഭാഗത്തിന്റെ 1ാമത്തെ രാത്രി മണിയറക്കകത്തേക്ക് കടന്നു വന്നതിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് കബറിനെ കുറിച്ച്, കബറിന്റെ ഏകാന്തതയെ കുറിച്ച്, കബറിന്റെ ഇരുളിനെ കുറിച്ച്, കബറിന്റെ അടിയിൽ അദാബുകളെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ട് അന്നത്തെ രാത്രി പടച്ചുറപ്പിനെ ഇബാദത്ത് ചെയ്യാൻ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ പ്രേരിപ്പിച്ച ഒരു ഭാര്യ. പെണ്ണെന്ന് പറഞ്ഞാൽ എങ്ങനെയാ, പെണ്ണെന്ന് പറഞ്ഞാൽ എങ്ങനെയാ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ. അതുകൊണ്ടാണ് തീരുള്ള പെണ്ണിനെ കെട്ടണമെന്ന് പറഞ്ഞത്, അള്ളാഹുവിനെ പേടിയുള്ളവളെ കെട്ടണമെന്ന് പറഞ്ഞത്. കണ്ടവളെ കെട്ടാൻ പാടില്ല. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഈ പൊന്നാര മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല മരിക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, മരിക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട യുവത്വേ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അലിയാർ ഞങ്ങളോട് പറയുന്നു, അലിയേ എനിക്ക് പൊരുത്തം തരുമോ അലിയേ, എനിക്ക് പൊരുത്തം തരുമോ അലിയേ. അലിയാർ ഞങ്ങളോട് ഫാത്തിമ ബീബി പറയുന്നു, അലിയേ ഞാൻ മരിച്ചാ എന്നെ പകല് കബറടക്കല്ല്, എന്നെ പകല് കൊണ്ടുപോയി കബറടക്കാൻ പാടില്ല, പാതിരാത്രിയിലെ കബറടക്കാവോ. വിവാഹം കഴിഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് ഓഡിറ്റോറിയത്തിൽ ഏറ്റവും വലിയ ദുരന്തം എന്തെന്നറിയുമോ? അല്ലാഹുവേ പടച്ചവരെ, വിവാഹം കഴിഞ്ഞു, നിക്കാഹ് കഴിഞ്ഞിട്ട് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഒരു രംഗമുണ്ട്. ഏതൊരു വാപ്പയ്ക്കും സഹിക്കാത്ത രംഗം. ഏത് രംഗമെന്നറിയുമോ? കല്യാണ പയ്യൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മകന് കൊടുത്തിട്ട് പടച്ചവർക്ക് വിവാഹം കഴിച്ചതെന്റെ പ്രിയപ്പെട്ട ഭാര്യ ആ പെണ്ണിനെ പിടിച്ചു കൂടെ നിർത്തിയിട്ട് തന്റെ കൂട്ടുകാരെ പിടിച്ച് പെണ്ണിന്റെ സൈഡിൽ നിർത്തിയിട്ട് സെൽഫി എടുക്കുന്ന യുവത്വേ. അല്ലാഹുവേ, സ്വന്തം ഭാര്യയെ കണ്ടവന്റെ കൂടെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുന്ന ചെറുപ്പക്കാരാ, അതിനു വേണ്ടി നിന്ന് കൊടുക്കുന്ന പെങ്ങള്, അലിയാർ നിങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ഫാത്തിമ പറയുന്നു, അലിയേ പകല് കബറടക്കല്ലേ, രാത്രിയിലെ കബറടക്കാവൂ. എന്തേ ഫാത്തിമ, എന്തേ ഫാത്തിമ? അവിടെന്ന് പറയുന്നു, അലിയേ എന്റെ ശരീരം നിങ്ങളല്ലാതെ ഇന്ന് വരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല അലിയേ. എന്നെ പകലാണ് കബറടക്കുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരാകുമല്ലോ അലിയേ. അതുകൊണ്ട് മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് പോലും ഒരു മനുഷ്യനും എന്റെ ശരീരത്തിന്റെ വടിവ് കാണാ പാടില്ല. എന്റെ രാത്രിയില് കബറടക്കാവൂ എന്ന് പറഞ്ഞ ആ ഫാത്തിമയുടെ പുറകിൽ നിന്ന്
മടിയിൽ കിടക്കുകയോ. ഈ മകളുടെ വാപ്പ പോയതെങ്ങനാ? 18 വയസ്സുള്ള തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിൽ കിടന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഭാര്യയുടെ മടിയിൽ കിടന്നു പോയി. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഭർത്താവിന്റെ മടിയിൽ കിടന്ന് പൊരുത്തം ചോദിക്കുകയാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, നല്ല മക്കൾ ജനിക്കണോ, നല്ല മക്കൾ പിറക്കണോ. ഒന്ന് നീതിയുള്ള പെണ്ണിനെ കെട്ടണേ. രണ്ട്, നിന്റെ വിവാഹം പള്ളിയിൽ വെച്ച് നടത്തണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് പൊതിഞ്ഞു കൊണ്ട് പോകുമ്പോ പോലും ഒരു മനുഷ്യൻ എന്റെ ശരീരം കാണാൻ പാടില്ല. നമ്മളോ വിവാഹം കഴിച്ചിട്ട് ഭാര്യയെ പിടിച്ചിങ്ങോട്ട് നിർത്തും. ഓഡിറ്റോറിയത്തിലെ കണ്ടവന്മാര് മുസ്ലിമാണ് അമുസ്ലിമാണ് എല്ലാത്തിനെയും പിടിച്ചങ്ങോട്ട് കൂടെ നിർത്തിയിട്ട് സെൽഫി നിന്ന് കൊടുക്കും. പാപ്പ നോക്കിക്കൊണ്ടിരിക്കും. ഒരു നാണമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. എവിടെയും സെൽഫി. ഇപ്പൊ ഹജ്ജിന് പോയപ്പോഴും സെൽഫി. ഹജ്ജിന് പോയപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നിയത്, ഈ പ്രാവശ്യം ഹജ്ജിന് പോയപ്പോ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ശൈത്താനെ എറിയ എല്ലാരും. ജംറയിലെ കല്ലെറിയുന്ന രംഗം പ്രശ്നമല്ലാത്ത രംഗ. ജംറയിലെ കല്ലേറെന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ അറക്കാൻ കൊണ്ടുപോയപ്പോ 3 സ്ഥലത്ത് വന്നിട്ട് ശൈത്താൻ പറഞ്ഞു, അറക്കല്ലേ, സ്വപ്നമൊന്നും ചുമ്മാതാ, അത് ദുസ്വപ്നം, അറക്കില്ലേ എന്ന് പറഞ്ഞ 3 സ്ഥലം. അവിടെ 7 കല്ല് വെച്ചെറിഞ്ഞ് ഇബ്രാഹിം നബി ശൈത്താൻ എറിഞ്ഞു ഓടിച്ചു. അതിന്റെ സ്മരണയിൽ ഇന്നും കല്ലെറിയാറുണ്ട്. ഓരോന്ന് ഏറെന്ന് പറഞ്ഞാൽ പടച്ചനെ ഏറാ. ഞങ്ങളിങ്ങനെ പറഞ്ഞ ചില ആൾക്കാർ ശൈത്താനെ ഇറങ്ങുമ്പോ ശൈത്താനെ എറിയുമ്പോ ശൈത്താൻ ചോദിക്കും, അളിയാ നമ്മൾ തമ്മിൽ അങ്ങനെ എറിയണമെന്ന്. അല്ല പറയാ, ശൈത്താനെ കല്ലെറിയുമ്പോ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീ എന്നെ എറിയുന്നവിടാന്ന് വിളിക്കണേ. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ വൈറലായത് ഒരു മനുഷ്യൻ കല്ലെറിയുമ്പോഴും സെൽഫി എടുക്കുക. ശൈത്താനെ കല്ലെറിയുമ്പോ സ്വന്തം സെൽഫി എടുക്കുന്ന ഒരു ഫോട്ടോ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. ശൈത്താനോടൊപ്പം ഒരു സെൽഫി എന്നായിരുന്നു അതിന്റെ കമന്റ് തന്നെ. ഇതാ അവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. മനുഷ്യൻ എന്ന് പറഞ്ഞെങ്കിൽ ചിന്തിക്ക്. അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യുക, അള്ളാഹ് കഅബ കാണാൻ അവസരം തരണേ. എത്ര കൊല്ലം ദുആ ചെയ്യും, എത്ര കൊല്ലം ദുആ ചെയ്ത് അവിടെ എത്തി. ഇത്രയും കാലം നേരം നിന്ന് നിസ്കരിച്ച് അവിടെ പോയി നിന്നിട്ടാ കാണേണ്ടതെന്നറിയോ? പടച്ചനെ ഇത്രയും നാള് കഅബയുടെ മുന്നിൽ നിന്ന്. ഇപ്പൊ അങ്ങനല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കഅബയുടെ നേരെ പിടിഞ്ഞിട്ട് സെൽഫിയാ. കഅബ പുറകില്. ചിലരാണെങ്കിൽ മൊബൈല് തന്നിട്ട് പറയും ഒരു ഫോട്ടോ എടുക്കാൻ, എന്നിട്ട് അഭിനയം ദുആ ചെയ്യാ അല്ലാഹ് ഇങ്ങനെ. എന്നിട്ട് എന്താ മനുഷ്യന്മാര്. അള്ളാഹു നമ്മുടെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ അവിടെ എത്താൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അള്ളാഹു കഅബയുടെ മുന്നിലെത്താൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നല്ല മക്കളെ ജനിക്കണമെങ്കിൽ രണ്ടാമത്തെ കാര്യം വിവാഹം പള്ളിയിൽ വെച്ച് നടത്തണം. 3 10:45 നിർത്താറായോപ്പോ? എന്തായാലും ഒരു പരുവത്തിൽ നിർത്തിയിട്ട് പോകാം. എന്തായാലും ഇങ്ങനെ നിർത്തി, കല്യാണം കഴിഞ്ഞില്ലേ, ഒന്ന് റൂമിൽ കയറ്റി വിട്ടിട്ട് പോകാം ഇൻഷാ അല്ലാഹ്. 3ാമത്തെ കാര്യത്തിൽ വെള്ളം താപ്പം എന്തായാലും അടച്ച്. 3ാമത്തെ കാര്യം, വിവാഹം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും മണിയറയിൽ കയറി. മണിയറയിൽ കയറിയിട്ടാ ചർച്ച അങ്ങോട്ട് തുടങ്ങാം. ചെറുക്കൻ ചോദിക്കുക എത്ര മക്കള് വേണം. അല്ലാഹ് അവിടെ തുടങ്ങി ചർച്ച തുടങ്ങി. മണിയറയിൽ കയറിയിട്ട് ചർച്ച, എത്ര മക്കള് വേണം. അപ്പൊ 3, 2. അല്ലാഹു അഅലം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ 3. സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ 3. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന നല്ല മക്കളെ കിട്ടണമെങ്കിൽ 3ാമത്തെ കണ്ടീഷൻ, കയറിയിരുന്നിട്ട് ചുമ്മാതെ മക്കളെ കുറിച്ച് ചർച്ച ചെയ്താ പോരാ. ഒരുത്തനെ എഞ്ചിനീയർ ആക്കണം, ഒരുത്തനെ ഡോക്ടർ ആകണം, ഒരുത്തനെ മന്ത്രിയാക്കണം, ഇതൊന്നുമില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, യഹ്യാ നബി അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഒരു മകനാണ് യഹ്യാ നബി അലൈഹിസ്സലാം. പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ബാബാപ്പ സക്കരിയാ നബി അലൈഹിസ്സലാം വിവാഹം കഴിഞ്ഞ് ഒരുപാട് കൊല്ലമായി. എന്റെ പ്രിയമുള്ളവരെ, മക്കളില്ലാതെ കഷ്ടപ്പെടുകയാണ് സക്കരിയാ നബി അലൈഹിസ്സലാം. പടച്ചവരെ, മറിയം ബീവി എന്ന് പറയുന്ന 9 വയസ്സുള്ള പൊന്നുമോൾ അല്ലാഹുവേ പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്ന് അന്നങ്ങം കിട്ടാത്ത പഴങ്ങൾ തിന്നുകൊണ്ടിരിക്കുന്നത് കാണുമ്പോ സക്കരിയാ നബി ചോദിച്ചു, ഖാലയാ മറിയം അന്നാ ലക്കി ഹാദാ ഖാല ഹുവ മിൻ ഇൻദില്ലാഹ്
ഇതൊന്നും ഇവിടെ കിട്ടാത്ത പഴങ്ങളാണല്ലോ, ഇതെവിടെ നിന്നാണ് മറിയത്, ഈ പഴങ്ങൾ എവിടെ നിന്ന് കിട്ടിയെന്ന് മഹാനായ സക്കരിയ്യ നബി ചോദിച്ചപ്പോ 9 വയസ്സുള്ള മറിയം ബീവി പറഞ്ഞു കൊടുത്തു, ഹാദാ ഹുവ മിൻ ഇൻദില്ലാഹ്, എനിക്കെന്റെ റബ്ബാണ് തന്നതെന്ന് പറയുമ്പോ സക്കരിയ്യ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അവിടെ നിന്നുകൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹ് എനിക്ക് സാലിഹായ സന്താനത്തെ തരണേ അല്ലാഹ്. അവിടെ നിന്ന് ദുആ ചെയ്യുകയാ. പടച്ചവരെ, വിവാഹം കഴിഞ്ഞ് ഒരുപാട് കൊല്ലമായിട്ട് മക്കളില്ലാത്തവര്, എന്റെ പ്രിയമുള്ളവരെ, മക്കളെ തരാൻ കഴിവുള്ളവൻ അള്ളയാണ്. 120ാമത്തെ വയസ്സിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് 99 വയസ്സാ. അല്ലാഹുവേ, സക്കരിയ്യ നബി മടിച്ചില്ല. മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സാലിഹായ സന്താനത്തെ തരണേ അല്ലാഹ്. അങ്ങനെ ദുആ ചെയ്തൊരു മകനെ വേടിയെടുത്തു. അങ്ങനെ ദുആ ചെയ്തിട്ട് കിട്ടിയ മകനാ, അങ്ങനെ ദുആ ചെയ്തിട്ട് കിട്ടിയ മകനാണ് യഹ്യ നബി അലൈഹിസ്സലാം. അല്ലാഹ് ചെറുപ്പക്കാരാ പേരിട്ടത് യഹ്യ എന്ന് പേരിട്ടത് പടച്ചറപ്പ. ലോകത്തൊരു മനുഷ്യനും അങ്ങനെ ഒരു പേരില്ല. അല്ലാഹുവാണ് ആദ്യമായിട്ട് യഹ്യ എന്ന് പേരിട്ടത്. യഹ്യ നബിക്ക് 11 വയസ്സായി. ദുആ ചെയ്തിട്ട് കിട്ടുന്ന മക്കളെ എങ്ങനെയെന്നറിയുമോ? ദുആ ചെയ്തിട്ട് വാങ്ങുന്ന മക്കൾ എങ്ങനെയെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, 11 വയസ്സുള്ള യഹ്യ നബിയെ കാണുന്നില്ല. പ്രായമായ കാലത്ത് പടച്ച റബ്ബിനോട് ദുആ ചെയ്തിട്ട് ചോദിച്ചു വാങ്ങിയതാ, തന്റെ പൊന്നുമോനെ കാണുന്നില്ല. സക്കരിയ്യ നബി പടച്ചവനെ ബൈത്തുൽ മുഖദ്ദസിന്റെ മുന്നിൽ ചെന്നിട്ട് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്തു, അല്ലാഹ് താങ്ങാൻ കഴിയുന്നില്ല അല്ലാഹ്. വയസ്സാകാലത്ത് കരഞ്ഞ് കരഞ്ഞ് ചോദിച്ചിട്ട് തന്നതാ അല്ലാഹ്. എന്റെ പൊന്നുമോനെ എനിക്ക് തിരിച്ചു വേണമല്ലോ. സക്കരിയ്യ നബി പാതിരാത്രി ദുആ ചെയ്തിട്ട് പടച്ചവരെ മടങ്ങി വരുമ്പോ പള്ളിക്കാടിന്റെ ചാരത്തുകൂടെ, ഖബർസ്ഥാനിന്റെ ചാരത്തുകൂടെ സക്കരിയ്യ നബി നടന്നു വരുമ്പോ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാ. ആരോ കരയുന്ന ശബ്ദം കേൾക്കുകയാ. കരച്ചിൽ കേൾക്കുന്ന ഭാഗത്തേക്ക് സക്കരിയ്യ നബി കടന്നു ചെല്ലുമ്പോ യഹ്യ എന്ന് പറയുന്ന 11 വയസ്സുള്ള പൊന്നുമോൻ ഇടിഞ്ഞു കിടക്കുന്ന ഒരു കബറിനകത്തിരുന്ന് കരയുകയാ. 11 വയസ്സുള്ള പൊന്നുമോൻ പഴക്കം ചെന്ന ഒരു കബറിനകത്തിരുന്ന് പാതിരാത്രി പൊട്ടി കരയുന്നത് കണ്ടപ്പോ അത്ഭുതത്തോടെ ചോദിച്ചു, മോനെ യഹ്യ, എന്തിനാ മോനെ കരയുന്നത്? ഈ പാതിരാത്രി എന്തിനാ മോനെ ഈ കബറിനകത്ത് വന്നിരുന്ന് കരയുന്നതെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, വാപ്പാ, അവസാനം വന്ന് കിടക്കേണ്ടത് ഇതിനകത്താണല്ലോ വാപ്പാ. ദുആ ചെയ്തിട്ട് നേടുന്ന മക്കളിങ്ങനോ, ദുആ ചെയ്തിട്ട് നേടുന്ന മക്കളിങ്ങനെ. ഒരിക്കലും അവര് തലതിരിയൂല, ഒരിക്കലും അവര് മാതാപിതാക്കളെ തല്ലൂല, ഒരിക്കലും അവര് മാതാപിതാക്കളെ ചീത്ത വിളിക്കൂല, ഒരിക്കലും അവര് മാതാപിതാക്കളെ അടിച്ചിറക്കൂല, കണ്ടവന്റെ കൂടെ ഒളിച്ചോടില്ല. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അതുകൊണ്ട് പൊന്നുപോലെ ദുആ ചെയ്യാൻ മറക്കല്ലേ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ദുആയാ, റസൂലുള്ളാഹ് പറഞ്ഞു തന്ന ദുആയാ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ. അല്ലാഹുവോട് ദുആ ചെയ്യണേ, അല്ലാഹുവോട് ദുആ ചെയ്യണേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ദുആ ചെയ്തിട്ട് നേടിയെടുത്തതാണ് യഹ്യ നബി. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ. എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ളവരെ, മറിയം ബീവിയുടെ ഉമ്മയായ ഹന്നത്ത് ബീവി പടച്ചവരെ വിവാഹം കഴിഞ്ഞ മക്കളില്ല. ഒരുപാട് കൊല്ലമായി മക്കളില്ല. ഒരു ഈന്തപ്പഴ മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അതാ ഒരു തള്ളപ്പക്ഷി തന്റെ വായിലെ ഭക്ഷണം വെച്ചിട്ട് പറന്നു വരികയാണ്. എന്നിട്ട് തന്റെ കുഞ്ഞിന്റെ വായിലേക്ക് പടച്ചവരെ ഭക്ഷണം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് കണ്ടപ്പോ മഹാനായ മഹദിയായ ഹന്നത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ
അവിടെ ഇരുന്നു കൊണ്ട് അല്ലാഹുവിനോട് പറഞ്ഞു റബ്ബി ഹബിലി മിനസ്സാലിഹീൻ ദുആ ചെയ്യണേ പോലും നല്ല മക്കളെ കിട്ടാൻ ദുആ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നല്ല മക്കളെ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം.